ഒരു 3 മണി വരെ ഈ വേങ്ങൂർ പ്രദേശത്ത് പെയ്ത മഴ അത്ര വലുതായിരുന്നു. അതിനുശേഷം 4 മണിക്കും 5 മണിക്ക് ശേഷം ഇവിടെ ഉച്ചയ്ക്ക് വെയിൽ തെളിയുന്ന പോലെ വെയിൽ തെളിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരും കുടുംബാംഗങ്ങളും ഈ ഇടവകാംഗങ്ങളും ഈ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വികാരിമാരും സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികളും അധ്യാപകരും ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ടാണ് ഇന്ന് ഈ സമയത്ത് ഇത്രയും മനോഹരമായ ഒരു കാലാവസ്ഥ ദൈവം നമുക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ജോണസിനെ പോലെ അല്ലെങ്കിൽ ജോജിയസിനെ പോലെ എൽദോസച്ചനെ പോലെ ഈ പള്ളിയെ നിയന്ത്രിക്കുന്ന പുരോഹിതരുടെ വലിയ പിന്തുണ ഉണ്ടാകണം. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ജോണസിനെ പെരുമ്പാവൂർ മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ പരിപാടിയിൽ ഒരു ആശംസ പറയാനോ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാനോ ക്ഷണിക്കുന്നതല്ല. നമ്മൾ നടത്തുന്ന കഴിഞ്ഞ തവണ തുരുത്തിപ്പള്ളി സെൻറ് തോമസ് പള്ളിയിൽ വെച്ച് നടത്തിയ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനയും സൺഡേ സ്കൂൾ സ്ഥാനത്ത് ഇത്രയധികം കരുതുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ മൈക്കിലൂടെ പറയുകയുണ്ടായി, എനിക്ക് വീണ്ടും ഒന്ന് സൺഡേ സ്കൂൾ അധ്യാപകനാകാൻ എൻ്റെ മനസ്സ് വെമ്പുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത്രയും അധികം സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ കരുതുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ പാറേക്കരേശനെ ഞാൻ വളരെ വിനയത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേലയ്ക്കായിട്ട് പട്ടാളക്കാരായി നിയോഗിക്കപ്പെട്ട വിളിക്കപ്പെട്ടവരാണ് അധ്യാപകർ. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കൽ മാത്രമാണ് അധ്യാപനം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വാക്കുകളിൽ കൂടി പഠിപ്പിക്കുകയും ജീവിതത്തിൽ കൂടി അത് മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി അധ്യാപകർക്കും ഞങ്ങൾ വൈദികർക്കും ഒക്കെ ഉണ്ട്. Education is a combination of 3 H. വിദ്യാഭ്യാസം ഇംഗ്ലീഷ് ഭാഷയിലെ 3 ലെറ്റർ H എന്ന ലെറ്ററിൻ്റെ കോമ്പിനേഷൻ. 1 ഹെഡ്, 2 ആർട്ട്, 3 ഹാൻഡ്. ഇത് 3 ഇംഗ്ലീഷ് Hലാണ് തുടങ്ങുന്നത്. എനിക്ക് ആ ഡെഫിനേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതിനുമാതിരി അന്നത്തെ സോഷ്യൽ തിയറീസ്, എഡ്യൂക്കേഷൻ തിയറീസ്, എമിൽ ദുർഖിൻ, അതുപോലെ തന്നെ ബ്രസീലിയൻ എഡ്യൂക്കേറ്റർ ഫോളോ ഫ്രെയിം, ഒത്തിരി പേരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡെഫിനേഷൻ എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയി തീർന്നു. വിദ്യാഭ്യാസം ഹൃദയവും അതുപോലെ തലച്ചോറും മനുഷ്യൻ്റെ കൈയും ആക്ഷൻസൊക്കെ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം മനുഷ്യനെ ആക്ഷൻ ഓറിയൻറ്റഡ് കർമ്മ പദ്ധതിയിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കും. നമ്മളുടെ സൺഡേ സ്കൂളുകളും അതുപോലെ എല്ലാ മതപഠനങ്ങളും റിലീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഈ ഒരു മനുഷ്യൻ്റെ ഹൃദയം അർത്ഥമാക്കുന്ന ഒന്നിലേക്ക് മാറുകയാണ്. അങ്ങനെ നമ്മൾ സൺഡേ സ്കൂൾ വളരെ കോൺട്രിബ്യൂഷൻ ആക്കാനും ചെയ്യുകയാണ്. നമുക്ക് പാരമ്പര്യത്തിൻ്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം അല്ലേ, അതാണ് ഈ മുഖ്യമായി നടക്കാറുള്ളത്. എന്തായാലും വളരെ വളരെ സന്തോഷം. എന്നെ ജോലി വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ സൺഡേ സ്കൂളിലും മാനേജ് പഠിച്ച ഒരാളല്ല. എന്നാൽ പോലും സൺഡേ സ്കൂൾ രംഗത്ത് ഇവിടെ വേലിച്ചേട്ടനും അതുപോലെ ജോബി LB ഒക്കെ ഈ രംഗത്ത് ആണ്ടുനോക്കി പ്രവർത്തിക്കുന്നവരാണ്. പൗലോസേട്ടനെ പോലെ ഒത്തിരി പേര്. പക്ഷേ ഈ പള്ളി ഇടവകാരൻ കൂടിയായത് പോലും സാറ് അല്ലേ, ആ സമയത്ത് വളരെ പിന്നെ സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. ഈ സമ്മേളനം 6:30 മണിക്ക് അവസാനിപ്പിക്കണം എന്നതായിരുന്നു ഡിക്ലറേഷൻ. ഇപ്പോൾ 7 മണി വരെ എടുക്കുകയാണ്.
അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പറയുന്നത് അപ്രസക്തമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പെരുമ്പാവൂർ സോണലിൻ്റെ 2025 കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, കുടുംബ സംഗമത്തിനും ഹൃദ്യമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠര്, സൺഡേ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ കുടുംബങ്ങളെ, ദൈവജനങ്ങളെ, ഒട്ടും സമയം ഇനി ബാക്കിയില്ല. ജോണച്ചൻ, അവിടുന്ന് തിരുമനസ്, നമ്മുടെ മറ്റ് 1-2 കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സമയം വൈകി. ഇതുപോലൊരു മഹാസമ്മേളനം ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ട് നടന്നു വരുന്നു. ഈ മഹാസമ്മേളനം ഈ പള്ളിയിൽ വെച്ച് നടത്തുവാനായിട്ട് ഇതിനുവേണ്ടി ക്രമീകരിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ളതായിരിക്കട്ടെ. അധ്യക്ഷത അലങ്കരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ജോണച്ചൻ, ജലപ്രളയം പോലെ തോരാത്ത മഴയിൽ ഈ പ്രോഗ്രാം അനുഗ്രഹീതമായി നടക്കുവാൻ ഒട്ടിപ്പായി പ്രാർത്ഥിച്ച അനേകം ആളുകളുടെ ഒരുപ്പുണ്ട് ഈ ഇടവകയിൽ. ഇന്നലെ ഞാൻ കുറുപ്പമ്പടി പള്ളിയിൽ വെച്ച് ഏതാനും പേര് സംസാരിച്ചപ്പോൾ ഇന്ന് പൊരിഞ്ഞ മഴയായിരിക്കും, എങ്ങനെ പ്രോഗ്രാം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ദൈവം നടത്തും, വന്നു കാണുക എന്ന് മാത്രമാണ് പറഞ്ഞത്. Chemada,
Thank you.
எனக்கு தந்து இன்னமே நான் படுத்துனீங்க ஐயா புதிய தூக்கம் எனக்கு தந்து இன்னமே நான் படுத்துனீங்க கழிக்கும் சத்தமும் மகிழ்ச்சியின் சத்தமும் திரும்ப கேட்கணுங்க துணியும் பாடலும் நாவல வச்சு என்ன மகிழ செஞ்சீங்க உயரத்தில் ஏற்றி வச்சீங்க என்ன ஓடு வாழ வச்சீங்க உயரத்தில் ஏற்றி வச்சீங்க என்ன ஓடு வாழ வச்சீங்க ఉన్నతమైన సింహాసనంపై ఆసీనుడవైన గొప్ప దేవుడా కేశవునిగా రక్షణకర్త నీవే నా దేవుడవు నీవెందురు కేశవునిగా రక్షణకర్త నీవే నా దేవుడవు నీవెందురు మార్గం యేసే సత్యం యేసే జీవం యేసే సర్వం యేసే మార్గం యేసే సత్యం యేసే జీవం యేసే సర్వం
എടി ആൾക്കാർ നോക്കി നിൽക്കുന്നു. അതിന് അവർക്ക് എങ്ങനെ മനസ്സിലാവണം ഞാൻ തന്നെ തല്ലാൻ ഓടിക്കുന്നത്? എടി എന്നെ പോലെ പെണ്ണുങ്ങളുടെ തല്ലുകൊള്ളുന്ന ഏതെങ്കിലും ഒരുത്തിന് ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവന് മനസ്സിലാവില്ലേത്. പ്ലേറ്റ് മാറ്റി എടി ചൂട് മാറ്റാൻ. അല്ലാതെ നിങ്ങളുടെ ഈ സൗന്ദര്യം കണ്ടിട്ടാന്ന് പറഞ്ഞാലേ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ ചൂടുന്നവരാണ്. പരസ്പരം ആരെങ്കിലും കണ്ടു ഞാൻ അപ്പ അപമാനിക്കും. നിങ്ങൾ എന്തെങ്കിലും കൊച്ചു പിള്ളേരെ പോലെ ചുമ്മാ കിടന്നേ. ഞാനൊരു കാര്യം ചോദിച്ചാലേ സത്യം പറയൂ. ഇന്നത്തെ എന്റെ വീട്ടിലെ ജോലിയും അടുക്കള പണിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്നലെ രാത്രി വരെയാണ് എന്റെ അടുക്കള പണി ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി ഇവിടെ വീട്ടിൽ ചെന്നപ്പോഴല്ലോ ഇവിടെ അപ്പൻ എന്നോട് പറയുവാ ഇവളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് മോനെ, പഠിക്കാൻ തന്നു. പിന്നെ നെയ്ച്ചാള വെട്ടാൻ പഠിച്ചു, പുറം വാങ്ങാൻ പഠിച്ചു, തലയിൽ കിഴങ്ങ് നോക്കാൻ പഠിച്ചു, പിന്നെ പുല്ല് മുറിക്കാൻ പഠിച്ചു. ആ കുട്ടക്സ് പഠിച്ചു. ധൈര്യം നിനക്കോ? ഞാൻ സംസാരിക്കരുത്. ഈ വീട്ടിൽ നിന്നെക്കാൾ കൂടുതൽ ധൈര്യം എനിക്കാ. ഈ വീട്ടില് നിങ്ങളെക്കാട്ടിലും നിങ്ങളുടെ അമ്മയെക്കാട്ടിലും കൂടുതൽ ധൈര്യം. അങ്ങനെ പറയാം. നിങ്ങൾ എന്നെ പെണ്ണാണെന്ന് എത്ര പേര് കേട്ടോ? ഞാൻ സുമേഷ് തമ്പി, സുഭാഷ് കൊല്ലം, ഷിജു അഞ്ചുമല, 5 പേര്. നമ്മുടെ നിശ്ചയത്തിന് നിങ്ങൾ എത്ര പേര് കേട്ടോ? 50 പേര്. നമ്മുടെ കല്യാണത്തിനോ? 150 പേര്. ഇത്രയും പേരുമായിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നു. എന്നാൽ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്ക്. അപ്പൊ ആർക്കാണോ ധൈര്യം? വേറെ സംഭവമുണ്ട്. അതായത് ഈ പട്ടാളക്കാരെന്ന് പറയുമ്പോഴല്ലോ അതിന് ഒരുമിച്ചാണ് അവരുടെ ഉദ്ദേശം ഈ രാജ്യത്തിന്റെ സുരക്ഷ. ചാവേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയാലും നശിപ്പിക്കും. വ്യത്യാസം. നിങ്ങൾ എന്നെ ചാവേറെന്ന് വിളിച്ചല്ലേ? ഞാൻ ഇതിന്റെ സാമ്പാർ വിളിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു സ്നേഹം കൊണ്ട് നീ ഉത്തരം മുട്ടിയപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു. ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രം. സത്യവാ. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും നമ്മളെ പെണ്ണ് കാണലും നമ്മുടെ കല്യാണവും ഒക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഓർക്കാറുണ്ടോ? എടി നമ്മുടെ ഇവിടെ സുനാമി വന്നിട്ട് ഒരുപാട് പേര് മരിച്ചില്ലേ? അതുപോലെ നമ്മുടെ പുറ്റിങ്ങിൽ ഇങ്ങനെ പോകുമ്പോൾ പടക്കം പൊട്ടിയപ്പോൾ ഒരുപാട് പേര് മരിച്ചില്ലേ? അപ്പൊ അതുപോലെ കത്രീന വന്നപ്പോ ഒരുപാട് പേര് മരിച്ചില്ലേ? ഇതൊന്നും നീ ഓർക്കാറുണ്ടോ? അയ്യോ, ആ ദുരന്തങ്ങളൊന്നും ഞാൻ ഓർക്കത്തില്ല. ഞാൻ ഈ ദുരന്തം ഓർക്കണേ. ഞാനൊരു കൈ നിന്നിട്ട് എനിക്ക് നിങ്ങളുടെ അമ്മയുടെ വലിയ ഡയലോഗും ഇല്ല. ഇന്നലെ രാത്രി നീ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ കഴുത്തിൽ കുത്തി പിടിച്ചിട്ട് ഇവിടെ എന്താ തെറിയ എന്റെ അമ്മേനെ വിളിച്ചെന്നറിയാമോ? വെളുപ്പിന് 3 മണി വരെ. അത് നിങ്ങളുടെ വരെ തോന്നല. ഏത്? അല്ല, ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞത്. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഏറ്റവും വലുത് എന്റെ അമ്മയാ. ഇത് കഴിഞ്ഞിട്ട് നീ വരുള്ളൂ. നിങ്ങളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചോ? നിങ്ങളുടെ അമ്മ നിങ്ങളില്ലാത്ത സമയത്ത് എന്നോട് എന്താ ഇന്നലെ പറഞ്ഞതെന്ന് അറിയോ? നിന്റെ കയ്യിരിപ്പിന്റെ ബലമാണ് ഈ മരം മാത്രമേ ദൈവം നിനക്ക് ഭർത്താവായി തന്നേന്. അപ്പൊ ഞാൻ ഇത്രയും നാളെ എന്റെ പെറ്റ തള്ളനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ തള്ള എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണല്ലേ? ഇന്ന് ഞാൻ അവരെ കൊല്ലി. ഞാൻ കൊന്നിരിക്കും. അമ്മ എന്താ ലുലുമാളിൽ എന്താ ഇവിടെ വരാൻ കാരണം? ചാകാമെന്നതാ. അമ്മ ചാകാനോ? എന്തിനു? നീയല്ലേ എന്നെ കൊല്ലൂന്ന് പറഞ്ഞത്? ഞാൻ കൊല്ലുന്നു പറഞ്ഞോടി. നിങ്ങൾ കൊല്ലനല്ലേ? തെറ്റിദ്ധരിച്ചു. കൊല്ലും
കൊല്ലുന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും. അതിന് അമ്മ ഇവിടെ നിന്നാൽ തന്നെ ശരിയാവും. ഞാൻ അകത്ത് പോയി കത്തിയെടുത്ത് കോഴീനെ കൊല്ലും. അതിന്റെ ഒട്ടും കറിയെടുത്ത് അമ്മയ്ക്ക് ഞാൻ പോട്ടിണ്ടാക്കി. എന്റെ അമ്മ തലയുടെ മന്ത്രം അമ്മ എന്നെ പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ച അന്ന് മുതൽ കുറഞ്ഞിപ്പലയും തലയിൽ വെച്ചോണ്ടായിരിക്കണേ. ഇവനെനിക്ക് തലയുടെ തരാറില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് തലയുടെ മന്ത്രം കേൾക്കണേ? ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ചെവിക്കാത്തി വന്ന് ഞാൻ വ്യക്തമായിട്ട് കേട്ടടാ. ഇന്നലെ നീ അമ്മയുടെ കുറ്റം പറഞ്ഞില്ലേ? അത് പുള്ളിക്കകത്ത് കുനു കുനു കുനാനാ കേട്ടോ. പറയരുത്. ഞാൻ ഈ അമ്മയുടെ മോൻ എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാമോ? എഴുതാനും വായിക്കാനും അവരുടെ മനുഷ്യനല്ലേ എന്ന് കരുതി 2-3 അക്ഷരം പഠിപ്പിച്ചു. അതൊരു കുറ്റമാണ്. ഞാൻ പഠിപ്പിച്ചത് ആ അമ്മ ആട്ട് അങ്ങനല്ലല്ലോ മരുമോള് പാപ്പിച്ചത്. ആ അമ്മ ഇറങ്ങിപ്പോ അങ്ങനല്ലേ കേട്ടായിരുന്നു. ആ കേട്ടാ കേട്ടായിരുന്നു. ആ കേട്ടാ നിങ്ങളുടെ കേസ് കൊടുപ്പോയി. മലയാളത്തിൽ പറ. എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ല. വിളക്കാട്ടടിക്കണം. വിളക്കാട്ട എന്റെ അമ്മ നിങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയി ചാവാൻ പോവാ. നീ എന്താ ചാവാൻ പോവാണ്. സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. കണ്ടോടി, കണ്ടോ? എന്റെ അമ്മ സമ്മതിക്കില്ല. പെറ്റ വയറിന്റെ വേദനയാണ് നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാവില്ല. അയ്യോ, മറ്റേ വയറിന്റെ വേദന കൊണ്ട് പറഞ്ഞല്ല. ഇത്രയും ഫെസിലിറ്റി ഉള്ള ഈ വീട്ടിൽ നിന്ന് നീ എന്തിനാണ് പുറത്തു പോയി ചാവുന്നത്? നമസ്കാരം. ഞാൻ അടുത്ത ബാങ്കിൽ നിന്ന് വരാണ്. അതായത് വീട് മാറിപ്പോയി. ഇത് എന്റെ വീടാണ്, നിങ്ങളുടെ വീടല്ല. ചേട്ടന്റെ വീട് വീട് മാറിപ്പോയിട്ടു. ചേട്ടന്റെ പേരെന്താ? മിഷൻ. ചേട്ടന്റെ ഭാര്യയും അമ്മയും കൂടെ ഇന്നലെ ബാങ്കിൽ വന്നേ. ദൈവമേ, അവിടെ വന്ന് വഴക്കുണ്ടാക്കുക. സോറി ക്ഷമിക്കണം. ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവർക്ക് വേണ്ടിട്ട് ഞാൻ ഷൂസ് പിടിച്ച് ഞാൻ മാപ്പി ചോദിക്കുന്നു. ചേട്ടാ, അവരല്ല വഴക്കുണ്ടാക്കിയത്. പിന്നെ ഞാനാണ് വഴക്കുണ്ടാക്കിയത്. ചേട്ടനല്ല വഴക്കുണ്ടാക്കിയത്. പിന്നെ സാറാണ് വഴക്കുണ്ടാക്കിയത്. ഇനിയിപ്പോ ഞാനാണ് വഴക്കുണ്ടാക്കിയത്. ഞാൻ കുറച്ച് സെക്യൂരിറ്റിയോട് ചോദിച്ചു. ക്ലാരിഫൈ ചെയ്യണമെന്നല്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. ഞാൻ വന്നല്ലോ. ഞാൻ വന്നതല്ലോ. പിന്നെ ഞങ്ങളുടെ ബാങ്ക് ഉണ്ടല്ലോ, ഞങ്ങളുടെ ബാങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ലോൺ കൊടുക്കുന്നു. 5 ലക്ഷം രൂപയാണ് ലോൺ. 5 ലക്ഷം രൂപ ലോൺ കൊടുക്കും. അപ്പൊ ഇതിനു വേണ്ടി ഞങ്ങൾ ഈ സ്ത്രീകൾ, ഈ അമ്മയും മരുമോളും നല്ല ഐക്യത്തിലാണോ, അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി ഉണ്ടോ? എന്റെ അമ്മ യൂണിഫോം തന്നെ നടക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല. നല്ല ഐക്യത്തിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥരെ 10 മിനിറ്റ് മുമ്പ് ഒരു വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഐക്യം കാണാൻ ഞാൻ വൈഫിനും അമ്മയ്ക്കും കൊടുത്തേക്കാം. അങ്ങനെ തരാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഞാനത് കണ്ടിട്ട് ഞാനത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ ലോൺ. അത് സാറേ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഐക്യം കണ്ടിട്ടുണ്ടല്ലോ. ഈ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ. പക്ഷെ അത് നിങ്ങളുടെ ബാങ്കിന് നഷ്ടം വരും. അതെന്തിനും നഷ്ടം വരും. 5 ലക്ഷം എനിക്ക് ആ ഐക്യം ഒന്ന് കാണണം. ഞാൻ അമ്മയല്ല, മോനെ മിഷൻ പരിപാടി പോയി. നിങ്ങൾ ബാക്കി ചെയ്തത് നിങ്ങളൊരു അമ്മയും ഇങ്ങനൊരു അമ്മയും മരുമോളെ നിങ്ങൾ ബാക്കി ചെയ്തത് നിങ്ങൾ ബാക്കി ചെയ്തത് ഈ കൃഷ്ണമണിയുടെ ഉള്ളിൽ കണ്ണട കാലിട്ടൊന്ന് കുത്തിക്കേ. എന്താ ഞാനിവിടെ സ്വപ്നത്തിലാണെന്ന് ഒറിജിനലാണെന്ന് അറിയാനാ.
ചോദിക്കുന്നില്ല. നിങ്ങൾ നാളെ രാവിലെ ബാങ്കിലോട്ട് വന്നു. നിങ്ങൾക്ക് 5 അല്ല 10 ലക്ഷം രൂപ ഞാൻ ലോണായിട്ട് പാസ്സാക്കി തരും. അല്ലെങ്കിൽ ഞാൻ കുത്തിത്തുറന്നത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോൺ. അതെന്റെ വീടാ. ഈ കുടുംബമൊക്കെ കാണുമ്പോഴാ വീട്ടിലുള്ളവരൊക്കെ എടുത്ത് കെട്ടിടാൻ പോകുന്നേ. അല്ല നിങ്ങള് എന്നെ കളിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ വർഷങ്ങളായിട്ട്. ഇപ്പൊ ഈ കാണിച്ചു തന്നത് എന്നാ സ്നേഹം. ഞാനിന്ന് ഹാപ്പിയാ. അതുകൊണ്ട് നമ്മളന്ന് ഇന്ന് വീട്ടിൽ ഭക്ഷണം വെക്കുന്നില്ല, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മളൊരു സിനിമ കാണുന്നു. മാറിയില്ലാണെങ്കിൽ തല അവര് പോലെ ആയിപ്പോയി. നമുക്ക് മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്കല്ലോ മോഹൻലാലിന്റെ പടം നമ്മൾ കാണും. എനിക്ക് മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടം. എന്താ മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഒരു കുഴപ്പം? എന്താ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഒരു കുഴപ്പം? മോഹൻലാൽ മതി, മമ്മൂട്ടി മതി. പുറത്തും പോലുള്ള ഭക്ഷണം കഴിക്കാതെ ചക്കുകുരു ചുട്ടുവന്ന് വീട്ടിൽ കിടന്നു. എന്റെ അമ്മയ്ക്ക് മമ്മൂക്കാന്റെ സിനിമ കാണാനല്ലേ ഇഷ്ടം. മമ്മൂക്കാന്റെ സിനിമയ്ക്ക് തന്നെ പോവാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ തന്നെ എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എന്റെ മോനെ മരുമോളെ ഞാനിത് തീറ്റിക്കും. ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു. കാരണം ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്റെ അമ്മ. അതിലൊക്കെ ഞാൻ നീ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? ഇല്ലാതെ നീ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നീ തന്നെ അത് മസിൽ പിടിച്ചിട്ട് മോഹൻലാലിന്റെ പടം കാണാൻ പോകില്ല. എന്ത് സ്നേഹം അടിക്കുന്നത് എന്റെ അമ്മയോട്. നിങ്ങളുടെ അമ്മയോട് എനിക്ക് സ്നേഹം, നിങ്ങളുടെ അമ്മയോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല. ഞാൻ അവിടെ അടുക്കളയിലെ ഗ്യാസ് ഊറ്റി തുറന്നു വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ എന്റെ അമ്മ അവിടെ തീപിക്ക് വെക്കുമ്പോ ജോസോനായി പോലെ നിന്ന് കത്തുമല്ലോ. അമ്മ അമ്മ എന്നാടാ കുട്ടു? അല്ല എന്റെ അമ്മ തന്നെയാണ്. ചെയ്ത പണി എന്നാ അടുക്കളയിലേക്ക് അമ്മാനെ പറഞ്ഞിട്ടേ ഗ്യാസ് ഊറ്റി തുറന്നിട്ടായിരുന്നു. അതാണോ ഞാൻ അടുക്കളയിലേക്ക് കയറിയപ്പോ ഗ്യാസിന്റെ മണം. അതുകൊണ്ട് ഞാൻ ലൈറ്റും ഇട്ടില്ല, തീപ്പൊട്ടി എന്നിട്ട് എന്താ ഞാൻ ആ കുറ്റ വലിച്ചെടുത്ത് അവിടെ കട്ടിലിന്റെ കീഴിൽ കൊണ്ടിട്ടിട്ടു. നിങ്ങൾ രണ്ടുപേരും ആ ഗ്യാസ് ഊറ്റി ഇങ്ങനെ ഉടുപ്പ് എടുത്തോണ്ട് പോവാ. എന്നിട്ട് എന്റെ നെഞ്ചത്ത് വെച്ചങ്ങ് പൊട്ടിക്കില്ലേ. എല്ലാവർക്കും നമസ്കാരം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലെ ഒരു കുടുംബ പശ്ചാത്തലത്തിന്റെ ദൃശ്യാവിഷ്കാരവുമായി ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നു. വൃദ്ധനായ ഇസഹാക്ക് കണ്ണു കാണാത്തവനായി ശയ്യാവലംബിയായപ്പോൾ ഒരു ദിവസം മൂത്ത മകൻ ഏശാവിനെ വിളിക്കുന്നു. ഏശാവ് വന്നപ്പോൾ തന്റെ ഇഷ്ടപൂജ്യമായ വേട്ടയിറച്ചി രുചികരമായി പാകം ചെയ്തു കൊണ്ടുവന്ന് താൻ മരിക്കും മുമ്പേ അനുഗ്രഹം വാങ്ങുന്നതിന് ആവശ്യപ്പെടുന്നു. ഏശാവ് പുറത്തേക്ക്. ഈ സംഭാഷണം റിബേക്ക ഉള്ളിൽ നിന്നും കേൾക്കുന്നു. എളിയ മകൻ യാക്കോബിനോട് കൂടുതൽ പ്രിയമുണ്ടായിരുന്ന റിബേക്ക യാക്കോബിനോട് നീ വേഗം പോയി ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 2 പോരാട്ടിൻകുട്ടികളെ കൊണ്ടുവരുവാൻ പറയുന്നു. അപ്പൻ ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി തരാമെന്നും അത് കൊണ്ടുപോയി അപ്പന് കൊടുത്ത് അനുഗ്രഹം വാങ്ങണമെന്നും പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ വീണുപോയ യാക്കോബ് അമ്മയുടെ ആഗ്രഹം നിറവേറ്റുന്നു. യാക്കോബിന്റെ ചില സംശയങ്ങൾക്കെല്ലാം റെബേക്ക പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നു. ഏശാവ് രോമമുള്ളവരും യാക്കോബ് രോമമില്ലാത്തവരുമായിരുന്നല്ലോ. യാക്കോബിന്റെ ഭയം അനുഗ്രഹത്തിന് പകരം ശാപമായി തീരുമോ എന്നതായിരുന്നു. ആ ശാപമെല്ലാം സ്വയം ഏറ്റെടുത്ത് റെബേക്ക മകനെ കൂടുതൽ നിർബന്ധിക്കുന്നു. റെബേക്കയുടെ വാക്കനുസരിച്ച് യാക്കോബ് ആട്ടിൻകുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവിടെ രുചികരമായി അതിനെ പാകം ചെയ്ത് മകന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. റെബേക്കയുടെ കയ്യിലുണ്ടായിരുന്ന ഏശാവിന്റെ വിശേഷ വസ്ത്രം യാക്കോബിനെ ധരിപ്പിച്ച്
പോരാട്ടിൻകുട്ടികളുടെ രോമം കൊണ്ട് അവൻ്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞ് അപ്പൻ്റെ അടുക്കൽ അയക്കുന്നു. അങ്ങനെ യാക്കോബ് ഇതാ ഇസ്ഹാക്കിൻ്റെ അടുത്ത് ചെന്നു. അപ്പൻ്റെ അടുക്കലെത്തിയ യാക്കോബ് കള്ളങ്ങൾ പറഞ്ഞ് തൻ്റെ പിതാവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മകനെ, ഇത്ര വേഗത്തിൽ നിനക്ക് ഇറച്ചി കിട്ടിയത് എങ്ങനെ എന്ന ചോദ്യത്തിന് നിന്റെ ദൈവമായ യഹോവ എന്നെ നിനക്ക് വരുത്തി തന്നു എന്ന് പറയുന്നു. മകനെ അടുത്ത് വിളിച്ച് ഏശാവ് തന്നെയോ എന്ന് പറ്റുന്നു. ശബ്ദം യാക്കോബിന്റെ ശബ്ദം, കൈകൾ ഏശാവിന്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞ് ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് വേട്ടയിറച്ചി എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. ഇസ്ഹാക്ക് വേട്ടയിറച്ചി തിന്നുന്നു. അവൻ കൊടുത്ത വീഞ്ഞം കുടിച്ചിട്ട് തന്റെ ചുണ്ടുവാൻ മകൻ ആവശ്യപ്പെട്ടു. അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് ഇസ്ഹാക്ക് അവനെ അനുഗ്രഹിക്കുന്നു. പ്രിയരെ, ചതിയുടെയും കബളിപ്പിക്കലിന്റെയും നേർക്കാഴ്ചയായി പഴയ നിയമത്തിൽ സഹോദര സ്നേഹം ഹനിക്കപ്പെട്ട് ഏറെ അലഞ്ഞ യാക്കോബിനെ അവന്റെ ജീവിത പ്രയാണത്തെയും കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആത്മീയ വെളിച്ചം ഉൾക്കൊള്ളുവാൻ ഇന്നും മനുഷ്യർക്ക് ആവുന്നില്ല എന്ന സത്യം ഇസ്ഹാക്ക് 2K25 എന്ന സ്കിറ്റിലൂടെ മറ്റൊരു കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ട് പണിയുന്ന കുടുംബത്തെ കേവലം നശ്വരമായ ധനസമ്പാദനത്തിനും മറ്റും വിട്ടുകൊടുക്കാതെ പൈതൃക വാത്സല്യത്തിലുപരി സാഹോദര്യ സ്നേഹത്തിന്റെ കലവറയെ കാത്തു സൂക്ഷിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവതരിപ്പിക്കട്ടെ ഇസ്ഹാക്ക് 2K25. പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. എന്റെ ഒരു ചെങ്ങാതി വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് ഏത് ചെങ്ങാതിയാ മനുഷ്യ? എടി, എനിക്കിനി അധികം നാളൊന്നും ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. സ്വത്തൊക്കെ മക്കൾക്ക് വീതം വെച്ച് കൊടുത്താലോ എന്നൊരു തോന്നൽ. ജോസുട്ടി നമുക്ക് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ മക്കൾക്കും നല്ലൊരു ജോലി ആയിട്ടില്ല. ടൗണിലെ കടയും വീട് മേടിക്കുന്ന ഈ പുരയിടവും അവന്റെ പേർക്ക് എഴുതി വെക്കണം. അത് പറ്റില്ല. ടൗണിലെ കട ജോയിക്കുട്ടിക്ക് കൊടുക്കണം. അവന്റെ മിടുക്കുകൊണ്ട് പഠിച്ച് വിദേശത്ത് നല്ലൊരു ജോലി കിട്ടി. അവനും അപ്പന്റെ സ്വത്തിന് അവകാശമില്ലേ? നിങ്ങൾക്കെന്താ ചെവി കേൾക്കുന്നില്ലേ? എടി ഇല്ലാമേ, കുറച്ച് ദിവസമായി എന്റെ കണ്ണിനും ചെവിക്കും എന്തോ തകരാറ് പോലെ. ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും മുഴുവനായും പോയോ എന്നൊരു സംശയം. ഹലോ, എന്നെ ഉണ്ടോ അമ്മച്ചേ? എടാ മോനെ ജോയിക്കുട്ടി, നീ വേഗം ഇങ്ങോട്ട് വാ. അപ്പച്ചൻ സ്വത്തൊക്കെ മൂത്ത മോന്റെ പേരിൽ എഴുതി വെക്കാനുള്ള പുറപ്പാടില്ല. ആ പിന്നെ നീ പോരുമ്പോൾ ആ ചുവന്ന കുപ്പിവെള്ളം കൂടി കൊണ്ടുപോരെ. അപ്പച്ചന് അത് വലിയ ഇഷ്ടമാ. ശരി അമ്മച്ചി, ഞാൻ ഉടനെ വരാൻ നോക്കാം. എന്താ ചേട്ടാ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? ആ അതോ, നിന്റെ മകൻ ഒരു ENT ഡോക്ടർ ഇല്ലേ, അയാളെ വിളിച്ച് എന്റെ രോഗവിവരത്തെ പറ്റി ഒന്ന് സംസാരിക്കാനാ. അതിനെന്താ, സംസാരിക്കാമല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചത്. എടി ഏലിയാമേ, നീ പോയി ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് വാ. ജോസുട്ടിയും മോളിക്കുട്ടിയും പറമ്പിലേക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലേ? കപ്പയ്ക്ക് വളമിടാൻ പോയതല്ലേ, കഴിഞ്ഞിട്ടേ വരൂ. എന്താ ഒരു അന്വേഷണം?
ഡോക്ടർ വിളിച്ചിട്ട് എന്തോ പറഞ്ഞു? ഓ, എന്തോ ഒരു പരവശം. നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നേ. ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിനി ചികിത്സയൊന്നുമില്ല, പ്രായമായതിന്റെയാണെന്ന് പറഞ്ഞു. ഇങ്ങേര് എന്നെ കൊണ്ട് കൊറേ പണി എടുപ്പിച്ചതാ. ഇനി എനിക്കൊരു വിശ്രമം വേണം. ആ പള്ളിയിൽ പെരുന്നാളിന് കൊടി കയറിയതിന്റെ ടിക്കറ്റ് കിട്ടുന്നുണ്ട്. എന്താടി മീൻചട്ടി പൊട്ടിയെന്നോ? ഇത് എത്രാമത്തെ ആടി പൊട്ടിക്കുന്നത്? ജോയിക്കുട്ടി വരുമ്പോൾ ചക്കപ്പഴം കൊറേ വരട്ടി കൊടുത്തു വിടണം. അവന് ചക്കപ്പഴം ജീവനാണ്. ജോസുട്ടിയോട് പറഞ്ഞ് ചക്ക മൂത്തത് വരണം ഇടിയിക്കണം. എന്നതാണ് പശു കയറ് പൊട്ടിച്ചോടിയോ? അതിനെ ഒന്ന് മുറുകെ കെട്ടിയിടാൻ പറഞ്ഞാൽ ഒരെണ്ണം കേൾക്കില്ല. പറമ്പിലെ വാഴയൊക്കെ തിന്നു കാണും. ഇങ്ങേർക്ക് മുഴുവനായിട്ട് മടിച്ചു പോയോ? ഇങ്ങേരെ രണ്ടു പറയാൻ തോന്നിയിട്ട് കാലം കുറയായി. ഞാൻ പറയാൻ മറന്നുപോയി. തോമാച്ചൻ പനി പിടിച്ച് കിടപ്പിലാണ്. അമ്മച്ചി Johnny, money, Johnny, you are my London money. Johnny, money, Johnny, why you owe plenty money? അപ്പച്ച, ആരാ ഇത്? ജോയിക്കുട്ടിയാണോടാ? നീ കൊല്ലം കുറെ ആയല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. ഞാൻ അപ്പച്ചന് ഇഷ്ടമുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാര്? ജോയിക്കുട്ടിയോ? നീ എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ? എനിക്ക് ഇങ്ങോട്ട് വരാൻ പ്രത്യേക സമയം നോക്കണം ബ്രോ. അപ്പച്ചന് തീരെ കഴിയാത്തത് കാരണം ജസ്റ്റ് ഒന്ന് കണ്ണച്ചു പോകാമെന്ന് കരുതി. അപ്പച്ചന് പെട്ടെന്ന് എന്തു പറ്റി? ഞങ്ങൾ പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പച്ചന് ഞാനും ഇച്ചായനും കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോകാം. അപ്പച്ച, വാട്ട് ഹാപ്പൻഡ് അപ്പച്ച? അത് പിന്നെ ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്, കുറച്ച് ദിവസമായി കണ്ണിനൊരു കാഴ്ചക്കുറവും ചെവിക്ക് കേൾവിക്കുറവും പോലെ. ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഐസക്കേട്ടന്റെ സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം പറഞ്ഞുവല്ലോ, അതിനുവേണ്ടി ഞാൻ വന്നതാണ്. ടൗണിലുള്ള കടയും 3 ഏക്കർ പുരയിടവും ഞാൻ ജോസുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്കൊന്നുമില്ലേ? നിന്നെ പഠിപ്പിച്ചതും വിദേശത്ത് ജോലി വാങ്ങിയതുമൊക്കെ ഈ പറമ്പും പുരയിടമൊക്കെ പണയം വെച്ച് ലോൺ എടുത്താണ്. അത് മുഴുവൻ പണിയെടുത്ത് കടം വീട്ടിയത് ജോസുട്ടിയാണ്. നീ അവിടെ ഒരു മാതാവിനെ കെട്ടി സുഖമായി ജീവിക്കുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറ് പോലുമില്ലല്ലോ. എടാ, കിടന്നൊച്ച വെക്കാതെ. എനിക്ക് കണ്ണിനും കാതിനും ഒന്നും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ശരിക്കും കുഴപ്പമൊന്നുമില്ലേ? ഇത് പണി ഇസാക്കല്ലടാ മക്കളെ.
കാഴ്ചവെക്കുന്ന മക്കൾക്ക് ഇതൊരു പാഠമാകട്ടെ. അർഹത ഇല്ലാത്തത് അനുഭവിച്ചാൽ അത് ശാപം, ശാപം, ശാപം.
നാഥാ നിന്നെ ഞാൻ കണ്ടു
ഇനിയും ഇഴികെ തുടരെ ചുവടാൽ പടയായി പൊരുതാം വീറോടെ കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ ഇനിയും ഇഴികെ തുടരെ ചുവടാൽ പടയായി പൊരുതാം വീറോടെ കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ ലഹരിക്കെതിരായ വിജയനാ യുവജനമേ
ദൈവത്തെ ബോധപ്പെടുത്തിക്കൊണ്ട് മഹാപരിശുദ്ധനായ മാർഗവുമായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് മുന്നമേ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബസംഗമം ഏറ്റവും ശ്രേഷ്ഠമായി നടത്തുവാനായിട്ട് സഹകരിച്ച നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ എട്ട് ഡിസ്ട്രിക്റ്റിലെയും എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരെയും കുട്ടികളെയും അവരെ പരിശീലിപ്പിച്ചതായ എല്ലാ അധ്യാപകരുള്ള നന്ദി ഈ ഡിസ്ട്രിക്റ്റിന്റെ പേരിൽ, പ്രത്യേകിച്ച് ഈ വെങ്ങൂർ മോർക്കോമ്മ പള്ളിയുടെ പേരിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതിൽ സഹകരിച്ച ബഹുമാനപ്പെട്ട വൈദികര് എല്ലാവരോടും പ്രത്യേകം ഈ പള്ളി മാനേജിംഗ് കമ്മിറ്റി ഏറെ പണിപ്പെട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത്. പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, സൗണ്ട്, ലൈറ്റ്, അതുപോലെ പാചകം ചെയ്ത ചേട്ടന്മാരെ, ചേച്ചിമാരെ എല്ലാവരോടും ഒറ്റവാക്കിൽ വെങ്ങൂർ ഡിസ്ട്രിക്റ്റിന്റെ പേരിലും ഈ പള്ളിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധമായ നന്മകളും എല്ലാവരും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹീതയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ, മർദ്ദമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബറക്കുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും എല്ലാം പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ
ഇന്നും എന്നാളുമല്ല ഇപ്പോഴും ആവസിച്ചിരിക്കുമാറാകട്ടെ.